വീട്ടിൽ വളർത്തുന്നായ എനിക്ക് എന്റെ അനുഭവം പറയാം. ഞാനൊരു വാടക വീട്ടിൽ താമസിച്ചിരുന്നു മുമ്പ്. ഇപ്പോഴും വാടക വീട്ടിൽ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ മുമ്പ് താമസിച്ചൊരു വാടക വീട്ടിൽ ഗൃഹനാഥൻ, ഞാനൊരു സായക്ക് വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് അയാളെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോ ചെറിയൊരു കൂട്ടില് ആ നായ്ക്ക് നിവർന്ന് നിൽക്കാൻ വയ്യ. അത് അതിനെ കൊണ്ടുവന്ന കാലത്ത് പപ്പിയായിരുന്നു. അപ്പ ഇട്ട കൂടാണത്. വളർന്നിട്ട് എന്നിട്ട് നിൽക്കാൻ വയ്യ. എന്നെ കണ്ടപ്പോ എണീച്ച് അതിന്റെ ഡ്യൂട്ടി എടുത്തു. അത് കുരച്ചു. അപ്പൊ ഗൃഹനാഥൻ പുറത്തേക്ക് വരൂ സ്വാമി എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ഇരുത്തി. എനിക്ക് ചായയൊക്കെ തന്നു. അപ്പൊ ഞാൻ എന്റെ വിഷയം പുറത്തേക്ക് ഇട്ടു. ഞാൻ വാടക കൊടുത്തിട്ട് പറഞ്ഞു, അല്ല എന്താ ചേട്ടാ ഈ നായ ഇങ്ങനെ ചെറിയ കൂട്ടിട്ട്? അത് മതി, അതിനൊക്കെ മതി എന്ന് പറഞ്ഞു. എനിക്ക് വലിയ വിഷമായി. കാരണം അതിന് നിന്ന് തിരിയാൻ വയ്യ. മാത്രമല്ല അതിന്റെ ഈ പൃഷ്ഠഭാഗം മുഴുവൻ പുഴുവാണ്. അപ്പി ഇട്ടിട്ടിട്ടിട്ട് അവിടെ കിടക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന അപ്പി ഒന്നും ക്ലീൻ ചെയ്യാത്ത എന്താണ്? പുള്ളി പറയാ, ഞങ്ങൾ ഒരാഴ്ച ഒരു ഫാമിലി ടൂർ പോയിരുന്നു. ഒരാഴ്ച ഫാമിലി ടൂർ പോകുമ്പോ നായ്ക്ക് 7 ദിവസം ആഹാരം ഇല്ല കേട്ടോ. അതിനെ തുറന്നു വിട്ടാൽ എവിടെന്നെങ്കിലും തെണ്ടി തിന്നെങ്കിലും ചെയ്യും. കൂട്ടിലിട്ട് അടച്ചിട്ട് പൃഷ്ഠം മുഴുവൻ പുഴുവരിച്ച് കിടക്കാണ്. ഞാൻ പറഞ്ഞു, എന്റെ നാവാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുതേ, മഹാപാപം. നായ്ക്കൾ ഭൈരവ സ്വരൂപമാണ്. ക്യാൻസർ എന്ന അസുഖത്തിന്റെ അധിപൻ ഭൈരവനാണ്. ദയവ് ചെയ്തത് ചെയ്യരുത്. ഒന്നല്ലെങ്കിൽ വലിയ കൂട്ടിലേക്ക് മാറ്റുക, വൃത്തിയുള്ള സാഹചര്യം സൃഷ്ടിക്കുക, ആഹാരം കൊടുക്കാൻ ആരും നിർത്തുക, അല്ലെങ്കിൽ അതിനെ അഴിച്ചുവിടുക. അപ്പൊ അയാൾ എന്നോടൊരു വാക്ക് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് അപമാനിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കാണ്. കോഴിക്കോട് ജില്ലയിൽ ഒരാളുടെ ഉപദേശം സ്വീകരിക്കുന്നില്ല എന്ന് കാണിക്കാൻ പറഞ്ഞൊരു വാക്കാണ്, നീ നിന്റെ ട്രൗസർ ഇട്ടാ മതി എന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു സ്വയം സേവനായോണ്ടാണോ അങ്ങനെ പറഞ്ഞെന്ന് ചിന്തയ്ക്കുണ്ടായി. അന്നൊക്കെ ട്രൗസർ ആയിരുന്നു. ഞാൻ എന്നെ റൂട്ട് മാർച്ചൊക്കെ പോകുന്ന ആൾ കണ്ടിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണോ എന്നൊരു സംശയം എനിക്കുണ്ടായി. പക്ഷെ അയാൾ എന്നെ കളിയാക്കിയതാണ്. നീ നിന്റെ ട്രൗസർ ഇട്ടാ മതി, ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. നീ നിന്റെ ട്രൗസർ ഇട്ടാ മതി, ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ശരിയപ്പാ, ഞാനൊന്നും പറഞ്ഞില്ലേ, സന്ധ്യാസമയമാണ്, ഞാൻ ഇറങ്ങണു. ഞാൻ ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കൃത്യം ഒരു മാസം ആയിട്ടുണ്ടാവും. 27 ദിവസം കൂട്ടിക്കോ. എന്നെ ഇവരുടെ മകൾ വിളിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി, എന്താ വിഷയം? അല്ല, അച്ഛന് സുഖമില്ലാതായി. എന്താ പറ്റിയത്? തൊണ്ടയ്ക്ക് ക്യാൻസർ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ സ്ഥിതി? അയ്യോ, ഞങ്ങൾ അറിഞ്ഞില്ല, കുറച്ച് ഗ്രോത്ത് വന്നിട്ടുണ്ട്, സ്റ്റേജ് കുറച്ച് മോശമാണ്. എന്നോടാണോ? ശരി. പരിചയക്കാരായ എനിക്കറിയാത്ത ആൾക്കാരുണ്ടാവല്ലോ. അപ്പോ എന്താ ചെയ്യാ? മിംസ് ഹോസ്പിറ്റൽ, കോഴിക്കോട് മിംസ് ഉണ്ട്. മിംസിൽ അഡ്മിറ്റ് ആണ്, ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഇത് 2-3 ഇപ്പൊ ഞാനിത് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. 3-4 ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും അയാളെ കാണാൻ പോയി. തിരിച്ചെത്തി എന്നറിഞ്ഞപ്പോ ഇപ്പൊ പറഞ്ഞു, ഞാൻ ചോദിച്ചു, എന്തൊക്കെയുണ്ട് ചേട്ടാ? അയാള് ആ കിട്ടിയ പാഠം പഠിച്ചില്ല. പുള്ളി പറയാണ്, എനിക്കൊരു കുഴപ്പമില്ല, മാറി, പൂർണ്ണമായിട്ടും മാറി. ആ സാധനക്കെടുത്ത് മാറ്റി, ഈ കല്ല് പോലത്തെ സാധനക്കെടുത്ത് മാറ്റി. സൂപ്പർ, ഞാൻ ഹാപ്പിയാണ്. എനിക്കറിയാം ഭൈരവന്റെ പരിപാടി, എനിക്ക് ശരിക്കറിയാം. ആദ്യം ഒരു കൊട്ടു കൊടുക്കും, അടുത്ത കൊട്ടിന് ആളുണ്ടാവില്ല. ഗുരുവായൂരപ്പൻ ഒരു 10 കൊട്ട് കൊട്ടിയിട്ടേ കൊല്ലുള്ളൂ. ഭൈരവൻ 2ാമത്തെ കൊട്ടിന് തീർക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, മാറിയില്ല, നന്നായി. ഞാൻ നോക്കുമ്പോ ആ നായ ഉണ്ടല്ലോ, അതേപോലെ അവിടെ ഉണ്ട്, ഒരു മാറ്റമില്ല. കൂടും മാറിയിട്ടില്ല, കൂടും വൃത്തിയാക്കിയിട്ടില്ല. എന്റെ ധർമ്മം ഞാൻ ചെയ്യണ്ടേ? ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചു, ആ നായൊന്നും ഈ അതൊന്നും പറയണ്ട, അതൊക്കെ അവർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപമാനിച്ചു. ഞാൻ പിന്നെയും പോന്നു. ശരി, ഓക്കെ. പിന്നെ ഒരാഴ്ച അയാൾ ജീവിച്ചില്ല. കഠിനമായ അടുത്ത വീട്ടുകാരോട് പറഞ്ഞു, കരച്ചിൽ. രാത്രിയിൽ ഭൈരവൻ രുദ്രനാണ്. ആരാണ് രുദ്രൻ? കരയിപ്പിക്കുന്നവനാണ് രുദ്രൻ. എന്തുകൊണ്ട് കരയിപ്പിക്കുന്നവൻ? നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ശൂലം കൊണ്ട് നിങ്ങളുടെ തൊണ്ടക്കിട്ട് കുത്തിയിട്ട് നിങ്ങളെ കരയിപ്പിക്കുന്നവനാണ് രുദ്രൻ. അതുകൊണ്ട് മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കരുത്, പ്രായമുള്ളവരെ ഉപദ്രവിക്കരുത്, അനാഥരാക്കരുത്. ഇതൊക്കെ എല്ലാം പാഠമാണ്. കർമ്മം എന്തായാലും വരും. ആന്റണിക്കും വരും, ജനാർദ്ദന നായർക്കും വരും, മുഹമ്മദിനും വരും. മതവും ജാതിയും കർമ്മഫലത്തിന് പ്രസക്തമല്ല. ഈശ്വരൻ നോക്കുന്നത് സത്കർമ്മവും ദുഷ്കർമ്മവും മാത്രം.